സോ ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി സ്വിഫ്റ്റിന്റെ ബാക്കി പണി തീർക്കലാണ്. അപ്പോൾ നമ്മളെല്ലാ സ്കേർട്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കമ്പനി സ്കേർട്സ് ആണ് യൂസ് ചെയ്തേക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സ്കേർട്ട് വരുന്നത്. അപ്പോൾ സൈഡ് സ്കേർട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം കമ്പനി പാർട്സ് വെച്ചിട്ട് വണ്ടി ക്യൂട്ടാക്കാനുള്ള പരിപാടിയാണ്. സ്പോർട്സ് കിറ്റ് കിട്ടാനുണ്ട്, പക്ഷെ നമുക്ക് അതിനായിട്ട് റേറ്റ് കുറവിൽ ഇത് കിട്ടി. FB നമ്മൾ സെക്കൻഡ്സ് എടുത്താണത്. അപ്പോൾ നമ്മൾ ടെയിൽ ലൈറ്റിന്റെ ചുറ്റും ഒരു ബ്ലാക്ക് ബോർഡർ പോലെ ഒരു സംഭവം ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ഫിറ്റ് ചെയ്യണമായിരിക്കും. അത് എത്ര 1500 രൂപയ്ക്ക് അങ്ങോട്ട് കിട്ടിയത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ 2 ടൈപ്പ് ക്ലിപ്പാണ്. ഇത് രണ്ടും 2 ഡസൺ വെച്ച് മേടിച്ചോ, വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഈ സൈഡ് സ്കേർട്ട് അത്യാവശ്യം ഫേമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കണത് ഈ ക്ലിപ്പ് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ബാക്ക് സ്കേർട്ടിൽ നിന്ന് തുടങ്ങാം. കമ്പനി സ്കേർട്സ് നമുക്ക് കമ്പനി ഹോൾസിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. എളുപ്പമാണ്, കാരണം ബാക്കിലത്തെ ബമ്പറിന്റെ താഴെ 4 10 ബോൾട്ട് ഉണ്ട്. അത് അയച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് സ്കേർട്ട് വെക്കുക, വീണ്ടും ടൈറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമ്മുടെ ബാക്ക് സ്കേർട്ട് കയറും. പിന്നെ ഉള്ളത് ആ നമ്പർ പ്ലേറ്റിന്റെ ചുറ്റുള്ളതാണ്. നമ്പർ പ്ലേറ്റിന്റെ ചുറ്റുള്ളതിന് നമ്മൾ 3Mന്റെ നല്ല ടേപ്പ് വെക്കുക. ഇത് അവർ മുന്നേ ഒട്ടിച്ചിട്ടുള്ളതാണ്, നമുക്ക് പറയ്ക്കാൻ പറ്റാത്ത കാരണമാണ് നമ്മൾ അതിന്റെ മുകളിൽ ഒട്ടിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, 3Mന്റെ ടേപ്പ് അത്യാവശ്യം ഫേമായിട്ട് നിന്നോളും. ഞാൻ ആദ്യം പേടിച്ചോട്ടാ, അത് 3Mന്റെ ടേപ്പ് കൊണ്ട് ഇങ്ങനെ നിൽക്കോ അതോ പറഞ്ഞു വീഴോന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ ഫിറ്റ് ചെയ്യണേ. പക്ഷെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിമ്പിളായിട്ട് നിൽക്കുന്നുണ്ട് സംഭവം. വലിയ വെയിറ്റ് ഇല്ലാത്ത കാരണം 3Mന്റെ ടൈപ്പ് മതി. പ്രത്യേകിച്ച് സ്ക്രൂവും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്. പിന്നെ നമ്മുടെ ടെയിലൈറ്റ് കവറിന്റെ ബോക്സ് ഓപ്പൺ ചെയ്തു. ടെയിലൈറ്റ് കവർ നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നേക്കണത്. എന്നിട്ട് നമ്മൾ ടെയിലൈറ്റ് മാത്രം സോപ്പ് വെള്ളം വെച്ച് കഴുകി തുടച്ച് ഡ്രൈ ആക്കി, എന്നിട്ട് 3Mന്റെ ടൈപ്പ് അതുമുള്ളത് പറിച്ചു ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആംഗിൾ വെച്ച് ഫിക്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫിക്സ് ചെയ്തു, സെറ്റപ്പ് ആയിട്ടുണ്ട്. ആദ്യം ലുക്ക് ആയിക്കൊണ്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ടോട്ടൽ ഒരു ബാക്കിലത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ. ഈ സൈഡില് നമുക്ക് ഫ്രണ്ടിക്ക് പോവാം. ഫ്രണ്ട് സ്കേർട്ട് ഫിക്സ് ചെയ്യാനായിട്ട് ഒറ്റൊരു ഹോൾ അടിക്കണം. ഫ്രണ്ട് ബമ്പറിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഹോൾ അടിക്കുക. എന്നിട്ട് ഫ്രണ്ട് സ്കേർട്ട് കയറ്റി വെക്കുക. കാരണം അത് കറക്റ്റ് ആംഗിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കണേ. ബാക്കിയൊക്കെ സെയിം തന്നെ, ബാക്കിത്തെ പോലെ തന്നെ. നമ്മുടെ ബമ്പറിന്റെ താഴത്തെ സ്ക്രൂ വയ്ക്കുക, സ്കേർട്ടിന്റെ ക്ലാമ്പ് വെച്ച് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് സൈഡിൽ ഒരു ബ്ലാക്ക് സ്ക്രൂ കൊണ്ടുള്ള പ്രയോഗം കൂടി ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ഉറപ്പിന് ഇനി എങ്ങാനും അടിഭാഗം തട്ടാണെങ്കിൽ അവിടെ നിന്ന് വിട്ടു പോരണ്ടെന്ന് വെച്ചിട്ട് സൈഡിലും കൂടി ഒരു ബ്ലാക്ക് സ്ക്രൂ കൊടുത്തു കഴിഞ്ഞാൽ 100% ഓക്കെ ആയി. പിന്നെ പേടിക്കാനില്ല. പിന്നെ ഫ്രണ്ടിലൊരു അപാകതയായിട്ട് തോന്നിയത് ലോഗോ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കണുണ്ട്. അപ്പോൾ അത് മാസ്ക് ചെയ്തിട്ട് അത് ഞാൻ സ്പ്രേ പെയിന്റ് ചെയ്ത് ബ്ലാക്ക് ചെയ്തു. അത് റിമൂവബിൾ പെയിന്റ് ആയതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് ഫ്രണ്ട് വരുന്നത്. നേരെ വീൽസിന്റെ അവിടേക്ക് പോയി വീൽസിന്റെ വീൽ ക്യാപ്പ് അയച്ചു. എല്ലാ വീൽസിന്റെ വീൽ ക്യാപ്പ് അയച്ചു. ഇതാണ് നമ്മുടെ വീൽസ്. 17 ഇഞ്ചാണ് വരുന്നത്. 205/40/17 ആണ് ടയർ സൈസ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീൽസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇനി വണ്ടി വാഷ് ചെയ്യണ പരിപാടിയാണ്. വണ്ടി മൊത്തത്തിൽ വാഷ് ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ട്. പിന്നെ വീൽസ് എടുത്ത് വെച്ചിട്ട് കുറേ നാളായ കാരണം വണ്ടി ഇട്ടിട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്ത് നല്ല വൃത്തിക്ക് വാഷ് ചെയ്ത്. അപ്പോൾ വണ്ടിയുടെ ഓവറോൾ ലുക്ക് വീലിട്ടപ്പോൾ തന്നെ മാറിയിട്ടാ.
സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വാഷിങ്ങും കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വണ്ടിയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഗൈസ്, താങ്ക് യു ആൻഡ് ബൈ ബൈ.